മമ്മൂട്ടിക്കും സിനിമ ഇനിയും കിട്ടും, പഴയതുപോലെയൊന്നും കിട്ടില്ല എങ്കിലും 1-2 സിനിമയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് മോഹൻലാലിന്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണമുണ്ട്, സുഖ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. മാറ്റമുണ്ട്. രോഗാവസ്ഥയിൽ നിന്ന് ആദ്യത്തേതിൽ നിന്ന് മാറ്റമുണ്ട്, പൂർണ്ണമായിട്ട് മാറി. കോൺഗ്രസ് ആയിരിക്കും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസിനായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം. ജയിക്കാത്തവരോട് തുറന്ന് പറയും, പക്ഷെ അവർക്ക് നമ്മളോട് വിരോധം തോന്നും. യഥാർത്ഥമായിട്ട് ആളിനെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും, വ്യക്തമായിട്ട് പറയാം. കൊറോണയ്ക്കുള്ള മരുന്ന് വെച്ചതിന് ശേഷം അല്ലേ ചെറുപ്പക്കാർ മരിക്കുന്നേ? അതല്ലേ സത്യം? ഇല്ലാത്ത രോഗത്തിന്റെ പേരിൽ ഒരു മരുന്ന് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? തീവ്രവാദികൾ കേരളത്തിൽ ധാരാളമുണ്ട്, അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മളെ ഒരുപാട് ബാധിക്കും. കേരളത്തിൽ മാരകമായ എന്തോ വിപത്തുണ്ട്. അമ്മേ, ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നേ? നമുക്ക് ഇവിടെ ഏകാന്തതയിൽ ഇരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഇവിടെ എത്ര മണിക്കൂർ ഏകാന്തതയിൽ ഇരുന്നാലും നമുക്ക് മടുപ്പ് തോന്നില്ല. നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മടുപ്പ് തോന്നും? ജന്തുക്കൾ നമ്മളെ ഉപദ്രവിക്കില്ല, നമ്മൾ അതിനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. ധാരാളം ഉണ്ട്. അതിക്രമിച്ച് നമ്മുടെ അനുവാദം ഇല്ലാതെ, നമ്മുടെ മകന്റെ അനുവാദം ഇല്ലാതെ ആരാണോ ഈ കാവിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് അവരെ ഓടിക്കും. അവരെ കണ്ണിൽ കാണും, ഓടിക്കും. നമ്മള് പെർമിഷൻ ഉണ്ടായിട്ട് കുഴപ്പമില്ല, അമ്മയുടെ പെർമിഷൻ ഉണ്ടായിട്ട് നമ്മൾ ഉപദ്രവിക്കത്തില്ല. ഇവിടെ വരുന്ന ഭക്തരും താഴെ കുളത്തിന്റെ അവിടെ കാണുന്നില്ല കിണറ്, അവിടെ നിന്നിട്ട് ഫോണിൽ വിളിക്കും. വിളിച്ചിട്ട് നമ്മളോ നമ്മുടെ മകനോ ഉണ്ടെങ്കിൽ മാത്രമേ അവരിങ്ങോട്ട് കയറി വരുള്ളൂ. ഇവിടെ എല്ലാം അറിയുന്നുണ്ടോ? ഏകദേശം നമ്മൾ ഏകാഗ്രതയിലിരുന്നാൽ നമുക്ക് എല്ലാം അറിയാം. കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കേരളത്തിലല്ലേ എവിടെ നടക്കുന്നതായാലും അറിയാൻ പറ്റും. അമ്മ പറയൂ, നേരത്തെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ നിങ്ങളോട് തന്നെ പറഞ്ഞ കുറെ കാര്യങ്ങളില്ല, അതൊക്കെ നടന്നിട്ടില്ലേ? എന്തായിരുന്നു പറഞ്ഞായിരുന്നു? നമ്മൾ ഒരിക്കൽ പറഞ്ഞില്ലേ, കടലിൽ അഗ്നി കത്തുന്ന നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? കപ്പല് കത്തിയായിരുന്നു. പിന്നെ പ്ലെയിൻ ആക്സിഡന്റ് ഇല്ലേ? അതെ. പിന്നെ വേറെ എന്തൊക്കെയോ അന്ന് പറഞ്ഞല്ലോ, മുല്ലപ്പെരിയാർ പൊട്ടില്ല. അത് സംഭവിച്ചില്ല. അത് ശരിയാ. ഇനിയിപ്പോ ഇലക്ഷൻ നടക്കുമ്പോ കേരളത്തില് അതറിയുന്നുണ്ടോ? ഇലക്ഷൻ നടക്കുമ്പോൾ 3 പാർട്ടിയിലും വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ പാർട്ടിയേക്കാൾ നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യുന്നതാരോ, ഈ 3 പാർട്ടിയിൽ നിൽക്കുന്നതിൽ നല്ലവരെന്ന് നമുക്ക് തോന്നുന്നവർക്ക് വോട്ടിടുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അന്ന് അമ്മ പറഞ്ഞു, ഈ ഫഹദ് ഫാസിലിന്റെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഫഹദ് ഫാസിലിന് അസുഖം ഉണ്ടെന്ന്. അത് മാറിക്കാണുമെന്ന് വിചാരിക്കുന്നില്ലേ? അത് മാറ്റമുണ്ട്. രോഗാവസ്ഥയിൽ നിന്ന് ആദ്യത്തേതിൽ നിന്ന് മാറ്റമുണ്ട്, പൂർണ്ണമായിട്ട് മാറി. എന്തായാലും പുള്ളിക്ക് അസുഖം പറഞ്ഞ അദ്ദേഹത്തിന് രക്തത്തിലോ ശരീരത്തിലോ എന്തോ ബാധിക്കുന്ന ഒരു തരം രോഗം. അതിന്റെ ഒരു വളർച്ചയുണ്ട് പുള്ളിക്ക്, അല്ലയോ? പൂർണ്ണമായിട്ട് ഏകാഗ്രതമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു ആ അസുഖം കാരണം, അല്ലേ? അല്ല, അത് അദ്ദേഹം ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിക്കൊടുക്കായിരുന്നു. നമ്മളിത് വിൺവാക്ക് പറയുന്നതല്ല, നമ്മളെ കൊണ്ട് ഒരുപാട്, നമ്മളെ കഴിവല്ല, ഇവിടുത്തെ ആദിപരാശക്തിയായ അമ്മയുടെയും ശിവന്റെയൊക്കെ കഴിവ്. മമ്മൂട്ടിയുടെ അവസ്ഥ, നമ്മുടെ മമ്മൂട്ടി ഇനി സിനിമ സജീവമാവോ? മമ്മൂട്ടിക്ക് അസുഖം പൂർണ്ണമായിട്ട് മാറുമോ? മമ്മൂട്ടിക്കും സിനിമ ഇനിയും കിട്ടും, പഴയതുപോലെയൊന്നും കിട്ടില്ല എങ്കിലും 1-2 സിനിമയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. 1-2 സിനിമയുള്ളൂ. പിന്നെ രോഗാവസ്ഥയിൽ നിന്നും മാറ്റം ഉണ്ടാകും. ഇപ്പം ചെറിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ മോഹൻലാലിന്റെ കാര്യം ഓർക്കുമ്പോഴേ പുള്ളിക്ക് ഒരു വിഷമമുണ്ട്, അല്ലേ? അദ്ദേഹത്തിന് മനസ്സുകൊണ്ടൊരു വിഷമമുണ്ട്. ആർക്കാ? മോഹൻലാലിന്. അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണമുണ്ട്, സുഖ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്. അത് അമ്മയ്ക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റും, അല്ലേ? അത് എന്ത് കാരണമെന്ന് പറയാൻ പറ്റുമോ? കാരണം പലത് കാണില്ലേ. നമ്മളെ മകനെ ഓർത്തായിരിക്കോ? മകന് അലിഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടായിരിക്കോ? മകൻ അവൻ വേറെ വൃത്തികെട്ട സ്വഭാവമല്ലല്ലോ. അവൻ അവൻ്റെതായ ഇഷ്ടത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തല്ലേ പോകുന്നത്. അവന് യാത്ര ഇഷ്ടം, അതൊക്കെ മനുഷ്യന് സ്വാഭാവികമല്ലേ. പിന്നെ അവർക്ക് സാമ്പത്തികമുള്ളതുകൊണ്ട് അവൻ്റെ ഇഷ്ടാനുസരണം അവൻ രാജ്യങ്ങളിൽ പോകുന്നു, നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുന്നു. അപ്പൊ ഇതിൽ നടന്മാരുടെ കാര്യങ്ങളെല്ലാം അറിയാം. ഇപ്പോഴത്തെ പുതിയ പിള്ളേരെ പറ്റി വലിയ അറിവില്ല, പുതിയ നടന്മാരെ പറ്റി, അല്ലേ? നമ്മൾ സിനിമ കണ്ടിട്ട്, കാരണം സിനിമയിൽ വെട്ടും കുത്തും കൊലപാതകം എന്തിനാ കാണാൻ പോകുന്നത്? കണ്ടാൽ നമ്മുടെ മനസ്സ് ഡിപ്രഷൻ ആകില്ലേ? മറ്റേ ശാന്തത, ഏകാഗ്രത, സത്യം, ധർമ്മം, ദയ, നീതി, ഇവയിൽ അടിയുറച്ചുള്ള ജീവിതം. അപ്പൊ ഇനി കേരളത്തെ പറ്റി ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ആര് ജയിക്കുന്നൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടോ കേരളത്തെ പറ്റി? ഈ 3 സ്ഥാനാർത്ഥികളെ ഫോട്ടോയും 3 സ്ഥാനാർത്ഥി ഏത് ആളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ
നമ്മളിപ്പോ പരസ്യമാക്കുന്നില്ല, പക്ഷെ നിങ്ങളോട് ഇലക്ഷന് മുൻപ് പറഞ്ഞിരിക്കും. 3 സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് അമ്മ കൃത്യമായി പറയാൻ പറ്റും അല്ലേ? 3 സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും കിട്ടണം. അവര് ഏത് സ്ഥലത്ത് അതായത് വാർഡ്, ബ്ലോക്ക്, ഇങ്ങനെ പഞ്ചായത്ത് ഇങ്ങനെ നിൽക്കല്ലേ. അപ്പൊ അത് ഏതാണെന്നും കൂടി പറഞ്ഞു കൃത്യത പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ 3 പേരുടെ പേര് പറഞ്ഞ അമ്മയ്ക്ക് ഏകദേശം പറയാൻ പറ്റും. 3 പേരുടെ പേര് എന്റെ വാർഡിലുള്ള പേര് പറയട്ടെ. ആളിനെ കണ്ണാലേ ഫോട്ടോ ഉണ്ടല്ലോ അറിയാവുള്ളൂ അല്ലേ? ആളിനെ യഥാർത്ഥമായിട്ട് ആളിനെ കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും, വ്യക്തമായിട്ട് പറയാം. ഇവിടെ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഇതിനു മുൻപ് ജയിച്ച പലരും വന്ന് നമ്മളുടെ നോമിനേഷൻ കൊടുക്കുന്നതിന് മുൻപ് ചോദിക്കും. നമ്മൾ നോമിനേഷൻ കൊടുക്കുകയാണ്, സ്വാമിനി എന്താണ് പറയുന്നത്, കൊടുക്കണോ വേണ്ടയോ എന്ന് ജയിക്കത്തില്ല അമ്മ തുറന്നു പറയും. ജയിക്കാത്തവരോട് തുറന്ന് പറയും. പക്ഷെ അവർക്ക് നമ്മളോട് വിരോധം തോന്നും. നമ്മൾ ജയിക്കില്ല എന്ന് പറഞ്ഞ്, പക്ഷെ നമ്മൾ ഒരിക്കലും അവരോടുള്ള വിരോധം കൊണ്ടല്ല പറയുന്നത്, സത്യം പറയുന്നതാണ്. നമുക്ക് കിട്ടുന്ന സത്യം. ഇപ്പൊ നിങ്ങൾ ജയിക്കില്ല എന്ന് നമുക്ക് സത്യം കിട്ടും, നമ്മൾ തുറന്നങ്ങ് പറയും നിങ്ങൾ ജയിക്കില്ല എന്ന്. അദ്ദേഹം ജയിക്കും എന്നുള്ളതാണ് നമുക്ക് അമ്മ അറിയിപ്പ് തന്നാൽ നമ്മൾ പറയും നിങ്ങൾ തന്നെ ജയിക്കും, മുന്നോട്ട് പോയി എന്ന് പറയും. അറിയാൻ പറ്റും. ഇവിടത്തെ വാർഡ് മെമ്പർമാരോട് ചോദിച്ചാൽ പറയാം, അവര് പറയും. ആളെ കണ്ടാൽ എല്ലാം അറിയാൻ പറ്റും അല്ലേ? അമാനുഷ്യ ശക്തി അമ്മയ്ക്ക് കിട്ടിയേക്കുന്നത് ഭദ്രകാളിയുടെ അല്ലേ അനുഗ്രഹം അല്ലേ? ഭദ്രകാളി ശിവൻ. ഇനിയിപ്പോ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാ. ഇനി കോൺഗ്രസ് ആയിരിക്കോ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസിനായിരിക്കും ഇനി കൂടുതൽ പ്രാധാന്യം സാധ്യത അല്ലേ? ഇനി കമ്മ്യൂണിസ്റ്റ് ഇനിയിപ്പോ പിണറായി വിജയന്റെ സർക്കാർ വരാൻ സാധ്യത കുറവ് അല്ലേ? ദൈവകോപം കിട്ടിപ്പോയി പിണറായി വിജയൻ, അങ്ങനെ ഉണ്ടോ? ദൈവകോപവും മനുഷ്യകോപവും കിട്ടിയിട്ട് ആർക്കെന്ന് ചോദിക്കുമ്പോ കർമ്മം ചെയ്തതാരോ അവർക്ക്. മുഖ്യമന്ത്രിക്കാണോ? അല്ല, മുഖ്യമന്ത്രി എന്ത് ചെയ്തു എന്ന് നമ്മൾ കണ്ടില്ല. കാണാതെ നമുക്ക് മുഖ്യമന്ത്രിയെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ശബരിമല തൊട്ട് കളിച്ചവര്, ആ നവീൻ ബാബുവിന്റെ പ്രശ്നം, നവീൻ ബാബു ഒക്കെ നല്ല മനുഷ്യനെന്നല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരാളിനൊക്കെ ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ എന്ത് പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ശാപം കിട്ടും. അപ്പൊ ശാപം കിട്ടിയ മന്ത്രിസഭയാണ് ഇപ്പൊ ഇരിക്കുന്നതെന്നാണ് പറയുന്നത് എന്ന് അമ്മ തോന്നുന്നുണ്ടോ? ഇതിൽ നവീൻ ബാബുവിന്റെ കാര്യത്തിൽ ആരാണ് ഇതിൽ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് അറിയില്ലല്ലോ. ആര് ചെയ്തവർക്ക് കിട്ടും. ഇതെല്ലാം അമ്മ അറിയുന്നുണ്ട്. ആർക്ക് ശിക്ഷ കിട്ടുന്നുള്ള കാര്യം അമ്മ ഇവിടുന്ന് അറിയുന്നുണ്ട് അല്ലേ? ശബരിമലയെ തൊട്ട് കളിച്ചവർക്ക്, ആ സ്വർണം എടുത്തവർക്ക് നിങ്ങൾ വേണമെങ്കിൽ ഇതാ എഴുതി കുറിച്ച് വെച്ചോളൂ. അവർക്കോ അവരുടെ പരമ്പരകൾക്കോ അത് വെച്ച് അനുഭവിക്കാൻ യോഗം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഈ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും ആരായാലും ആ ചെയ്തവർക്ക് മാരകമായ ആപത്തുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അവർ വിചാരിക്കുന്ന എന്താ, ഭഗവാന്റെ സ്വർണം എടുത്ത് നമുക്കങ്ങ് പണക്കാരാകാമെന്ന്. പക്ഷെ അത് അവരുടെയൊക്കെ ആരായാലും അത് ചെയ്യുന്ന വെറും തെറ്റാണ്. നിങ്ങളുടെ വക ഞാൻ മോഷ്ടിച്ചാൽ നിങ്ങളുടെ മനസ്സ് വേദനിക്കില്ലേ? നിങ്ങൾ ദൈവത്തെ അല്ലേ വിളിക്കുള്ളൂ. തൽക്കാലം ഞാൻ ചിരിക്കും, ഞാൻ അവരുടെ വക മോഷ്ടിച്ചല്ലോ എന്ന്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും, ഞാൻ കരയും. കേരളത്തിൽ മാരകമായ എന്തോ വിപത്തുണ്ട്. ഉടനെ വരുമോ? ഒരു 5 വർഷത്തിനുള്ളിൽ എന്തോ, അതായത് 5 വർഷം പിടിക്കണോ അല്ലേ? 5 വർഷത്തിനുള്ളിൽ 5 വർഷം പിടിക്കുന്നതല്ല, 5 വർഷത്തിനുള്ളിൽ എവിടെയോ എന്തോ അതായത് ജനങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങളുണ്ട്. നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയല്ല കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ നോക്കുമ്പോൾ ചിരിക്കുന്നു, കളിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാവരും നമ്മളോട് ഇടപെടും. പക്ഷേ ഈ ഭീകരവാദവുമായിട്ട് ബന്ധപ്പെട്ട് തീവ്രവാദികൾ കേരളത്തിൽ ധാരാളം ഉണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മളെ ഒരുപാട് ബാധിക്കും. മനസ്സിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അമ്മയിലെ ഓരോ കാര്യങ്ങൾ ഓർത്തല്ലേ? സന്തോഷമല്ല അല്ലേ അലട്ടുന്നതെന്ന് പറയുമ്പോൾ? കലിയുഗമാണ്. കലിയുഗത്തിൽ ഇതൊക്കെ സംഭവിച്ചേ പറ്റുള്ളൂ. പിന്നെ എങ്കിലും നമുക്ക് ഇപ്പം നിങ്ങളുടെ ദേഹത്ത് ഞാനൊരു നുള്ളു തരുമ്പോൾ നിങ്ങൾക്ക് വേദനിക്കും അല്ലേ? അതുപോലെയാണ് അദ്ദേഹത്തിനൊരു നുള്ളു കൊടുത്താലും വേദനിക്കും. അവിടെ ജാതിയോ മതമോ അല്ല, മനുഷ്യനാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒരിക്കലും മനുഷ്യരെ വേർതിരിക്കരുത്. എല്ലാവരെയും ഒരേ മനസ്സോടെ കാണുക. നിങ്ങൾക്കൊരു ആപത്ത് വരുമ്പോൾ ചിലപ്പോൾ ഞാനായിരിക്കും ഉപകരിക്കുന്നത്. അവിടെ നമ്മൾ ജാതി നോക്കൂ, മതം നോക്കൂ. പ്രകൃതി ദുരന്തം ഒന്നും ഉണ്ടാവത്തില്ല. മുല്ലപ്പെരിയാറൊന്നും ഇനി പൊട്ടത്തില്ലല്ലോ. പ്രകൃതി ദുരന്തം നോക്കമ്മേ, അത് നോക്കി പറ. പെട്ടെന്നൊരു ദുരന്തം കാണുന്നില്ല. അതിന് സമാധാനം, അത്രയൊരു ആശ്വാസമുണ്ട്. നമ്മുടെ ആ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിക്കാൻ പോവാണെന്ന്. പെട്ടെന്നൊരു ദുരന്തം കാണുന്നില്ല. ഏതെങ്കിലും ആൾക്കാരുടെ മരണം, ആൾക്കാരിൽ കൂടിയുള്ള ദുരന്തങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
ഓക്കെ. അല്ല അറിയപ്പെടുന്ന ആൾക്കാരുടെ മരണം വല്ല നമ്മൾ ഞെട്ടിക്കാൻ സാധ്യതയുണ്ടോ? മരണമൊക്കെ സ്വാഭാവികമല്ലേ. അത് ഞെട്ടിക്കൊണ്ടേ ഇരുന്നോണം. ഭിക്ഷക്കാരനും പോകും, കോടീശ്വരനും പോകും, എല്ലാവരും. അതിൽ നമ്മൾ അത് സ്വാഭാവികം. ജനിച്ചാൽ ഒരു ഇപ്പൊ ചെറുപ്പക്കാർ ഒത്തിരി മരിച്ചുകൊണ്ടിരിക്കുന്നു, ചെറുപറാന്ന് പറഞ്ഞു അല്ലേ? വയസ്സന്മാരുടെ മരണം നിർത്തി വെച്ചേക്കും കാലം. അത് കാലം ചെയ്ത തെറ്റല്ല, കാലം ചെയ്ത തെറ്റല്ല. കൊറോണയ്ക്കുള്ള മരുന്ന് വെച്ചതിന് ശേഷം അല്ലേ ചെറുപ്പക്കാർ മരിക്കുന്നേ? അതല്ലേ സത്യം. ഇല്ലാത്ത രോഗത്തിന്റെ പേരിൽ ഒരു മരുന്ന് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അതാണ് കാരണം, ചെറുപ്പക്കാരുടെ മരണത്തിന് കാരണം അല്ലേ? അത് പറഞ്ഞാൽ ഇന്ന് അധികാരികളാരും അംഗീകരിക്കില്ല, പറയുന്ന നമ്മളെ ഓടിച്ചിട്ടടിക്കും. ആര്യ, അംബിക ഇതെല്ലാം അറിയുന്നുണ്ട് അല്ലേ? ഞാൻ ഇഞ്ചക്ഷൻ വെച്ചില്ലല്ലോ, ഞാനും ജീവിച്ചിരിക്കല്ലേ. കൊറോണയുടെ ദൈവിക ശക്തി ഉണ്ടായിട്ട് പിന്നെ മരിക്കത്തില്ല. അല്ല, കൊറോണയുടെ ഇഞ്ചക്ഷൻ എത്ര മന്ത്രിമാര് വെച്ചു, എത്ര ഡോക്ടർമാർ വെച്ചു, പാവപ്പെട്ട ജനങ്ങളെ കൊണ്ട് വെപ്പിച്ചു. ഇതെല്ലാം തേപ്പാ അല്ലേ? ഒന്നും സത്യമുള്ളതൊന്നും അല്ല. അതില് പിണറായിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ പിണറായിക്കും കേന്ദ്രത്തിനും എല്ലാം തുല്യ പങ്കാണ് ഇല്ലേ? അമ്മയ്ക്ക് പിണറായിയാണ് ഇഷ്ടം, മോദിജിയാണ് ഇഷ്ടം? രണ്ടുപേരിൽ മോദിജിയെ ഇഷ്ടമുണ്ട്. മോദിജി ഇതാ ഞങ്ങളുടെ നാട്ടില്, ഞാൻ ഈ ഒരു 4-5 വയസ്സ് പ്രായം മുതല് ഞങ്ങളെ റോഡ് ഇങ്ങനെ കുഴിക്കും വർഷാവർഷം. കരുണാകരൻ അദ്ദേഹത്തിന്റെ കാലം മുതൽ തുടങ്ങിയാണ്. അപ്പൊ എന്തിനാണ് കുഴിക്കണേന്ന് ചോദിക്കുമ്പോൾ പറയും പൈപ്പ് ഇടാനും വെള്ളം വരാനുമാണെന്ന്. ഇതുവരെ വെള്ളം വന്നത് ഇപ്പൊ മോദി വിചാരിച്ചപ്പോൾ. ഇപ്പോഴാണ് മോദി ഇവിടെ ജാതി മത രാഷ്ട്രീയം നോക്കി എല്ലാ വെള്ളം കൊടുത്ത് എല്ലാ വീട്ടുകാർക്കും ഉണ്ട് വെള്ളം. പിണറായി സഖാവിനെ കൊണ്ട് പറ്റില്ലത് അല്ലേ? അല്ല, അങ്ങനെ നമ്മൾ ഒരാളിനെ തരം താഴ്ത്തി കാണണ്ട. നമുക്ക് ചെയ്ത ഉപകാരങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ കർഷകർക്ക് വർഷം തോറും മാസം തോറും എന്തോ 2000 രൂപ വെച്ച് കൊടുക്കുന്നില്ലേ മോദി? അത് ഏത് പ്രധാനമന്ത്രി കൊടുത്തു? അദ്ദേഹം ജാതി മത രാഷ്ട്രീയം നോക്കിയിട്ടാണോ കൊടുക്കുന്നത്? പിന്നെ ക്ഷീര കർഷകർക്ക് വളരെ സഹായം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന് കേരളത്തിൽ ഒന്നും വല്ല മാറ്റം ഉണ്ടാവുമോ? വലിയ മാറ്റം എന്തോന്ന് ഇതുവരെ ഉള്ള ഇത് നമുക്കറിയില്ല. ഇതുവരെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലേ ഭരണം നടത്തിയത്. അത് നമുക്കറിയാമല്ലോ അവരെന്തൊക്കെ ചെയ്യുന്നു. അത് പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ.